الحمد لله الحمد لله الكريم الجواد باسط اليدين بالنعم والخيرات فاتح الأبواب والأبواب العبادات مضاعف الأجور والحسنات نحمده حمدا كثيرا ونشكره شكرا مزيدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم بآية تقوى الله സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിൽ പ്രശസ്തമായ യുദ്ധങ്ങളിൽപ്പെട്ട ഒരു യുദ്ധമാണ് ഉഹുദ് യുദ്ധം. ആ ഉഹുദ് യുദ്ധയുടെ വേള കൃത്യമായിട്ടുള്ള പദ്ധതികളുമായിട്ട് ഇറങ്ങിയ മുസ്ലിം സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടുന്നൊരവസ്ഥയുണ്ട്. മുസ്ലിം സൈന്യം ശത്രുക്കളൊക്കെ വിട്ടേച്ചു പോയിട്ടുള്ള യുദ്ധാർജിത സ്വത്ത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, തുടങ്ങുകയാണ്. എല്ലാവരും ആ വിട്ടുപോയ ഗനീമത്ത് സ്വത്തുക്കളൊക്കെ ശേഖരിക്കാൻ തുടങ്ങും. ആ സമയത്ത് യുദ്ധം അവസാനിച്ചു എന്ന് കരുതിയിട്ട്
മലമുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തപ്പെട്ടിരുന്ന സ്വഹാബാക്കളിൽ ചില ആളുകൾ എന്ത് ചെയ്തു? താഴേക്ക് ഗനീമത്ത് സ്വത്ത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് വന്നു. മലമുകളിലുള്ള സൈന്യത്തിൻ്റെ എണ്ണക്കുറവ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്ന് മുസ്ലിം അല്ലാതിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ശത്രു സൈന്യം തിരിച്ചു വന്ന് മുസ്ലിങ്ങൾക്കെതിരെ പോരാടുന്ന അവസ്ഥ. അതിലാണ് നമുക്ക് പരാജയം സംഭവിച്ച രംഗം. നിരായുധരായിട്ടുള്ള മുസ്ലിം സൈന്യത്തിൽ പലരും എന്ത് ചെയ്യണം? മരിച്ചു വീഴണം. ചിലർ ഭയന്നിട്ട് യുദ്ധത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇറങ്ങി ഓടുന്നുണ്ട്. കോലാഹലങ്ങൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനില്ല. എല്ലാവരും ആകെ അമ്പരക്കാണ്. മുസ്ലിമീങ്ങളൊക്കെ അള്ളാഹിൻ്റെ റസൂൽ എവിടെ? റസൂലുള്ളാഹിനെ കാണുന്നില്ലല്ലോ. ശത്രുക്കളും തെരഞ്ഞു നടക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ. ഈ സമയം റസൂലിനെ സംരക്ഷിച്ച ആളുകളെ നമ്മൾ എടുത്തു നോക്കാൻ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയാണ്. തൽഹാ ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന ഓരോ അമ്പുകളും സ്വന്തം വിരിമാർ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം തടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചെയ്യുന്ന ശത്രുക്കൾ ചെയ്യുന്ന അമ്പുകളൊക്കെ ഇങ്ങനെ ഏറ്റുവാങ്ങുക. റസൂലുള്ളാഹിനെ ബാക്കിക്ക് നിർത്തിയിട്ട് മുന്നിലിങ്ങനെ നിന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ഷഹീദ് എന്നെന്ത് ചെയ്തു? അദ്ദേഹത്തിന് പേര് നൽകിയത്. അത്രയും റസൂലുള്ളാഹിനെ സംരക്ഷിക്കണമെന്നുള്ള മനസ്സോടു കൂടി എന്ത് ചെയ്യുന്നത്? ആ നെഞ്ചിലേക്ക് അമ്പുകൾ ഏറ്റുവാങ്ങുന്നത്. അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ആളാണ് അതിൽ. ആ ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിളില് തറച്ച ആണി സ്വന്തം പല്ലുകൾ കൊണ്ട് എന്ത് ചെയ്യാണ്? കടിച്ചിങ്ങോട്ട് വലിക്കുകയാണ്. കടിച്ച് വലിച്ചിങ്ങോട്ട് എടുക്കുക. അതിൽ അദ്ദേഹത്തിൻ്റെ പല്ലെന്ത് ചെയ്തു? തെറിച്ചു പോയിന. അത്രയും കവിൾക്കത് ആഞ്ഞു കയറിയിരുന്ന. ആ ആണി വലിച്ചെടുക്കുന്നതിന് മൂലം അദ്ദേഹത്തിൻ്റെ പല്ല് തന്നെ തെറിച്ചു. പിന്നീട് ആ പല്ല് നന്നാക്കാനൊന്നും അദ്ദേഹമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടമായിക്കൊണ്ട് അദ്ദേഹം ചെയ്തിരുന്ന അത് കൊണ്ട് നടന്നിരുന്നു. റസൂലുള്ളാഹിക്ക് വേണ്ടി ചെയ്ത കാര്യമാണല്ലോ എന്ന് കരുതിയിട്ട്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കവചം കെട്ട് ഒരുക്കുകയാണ്. വാള് കൊണ്ട് വെട്ടുന്നത് മുഴുവനും അദ്ദേഹമാണ് ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹം ഏറ്റുവാങ്ങുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. അമ്പ് ശരീരത്തിലൊക്കെ തറച്ചിട്ടൊന്നും ചെയ്തില്ല. അദ്ദേഹം ചെയ്തില്ല. ഒരു കുലുക്കവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും അവരപ്രകാരം പ്രവർത്തിച്ചിട്ടുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു അവരൊക്കെ അതിനെന്ത് ചെയ്തത്? പ്രേരിപ്പിച്ചത്. അള്ളാഹിൻ്റെ റസൂല് അത് വളരെ പ്രിയപ്പെട്ടതാണ്. ആ പ്രിയം നിറഞ്ഞത് കൊണ്ട് തന്നെ അവരൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ മുന്നോട്ട് വന്ന് എല്ലാത്തിലും റസൂലുള്ളാഹിനെ സംരക്ഷണ കവചം ഒരുക്കിയ ആളുകളാണ്. അവരുടെ നബി സ്നേഹം എന്ന് പറയുന്നതിന് അതിരുകളില്ല. ഒരതിര് വെക്കാൻ പറ്റില്ല. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കപ്പെട്ട ആളുകളാണ് സ്വഹാബാക്കളായിട്ടുള്ള ആളുകൾ. ഉർവാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂകി വഫത്തു അലാ ഖൈസറ വൽ കിസ്റ വൻ നജാശിയ. അല്ലാഹുവാണ് സത്യം, ഞാൻ ധാരാളം രാജാക്കന്മാരിലേക്ക് പ്രതിനിധിയായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, ഒരുപാട് രാജാക്കന്മാരിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കിസ്റയിലേക്കും കൈസറിലേക്കും നജാശിയിലേക്കും വരെ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്.
വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തുൻ യുഅള്ളിമുഹു അസ്ഹാബുഹു മാ യുഅള്ളിമു അസ്ഹാബു മുഹമ്മദൻ. അല്ലാഹുവാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് പോലെ മറ്റൊരു രാജാവിനെയും അവരുടെ അണികൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. തക്ക ആളുകളിലേക്ക് നിയോഗിക്കപ്പെട്ടു പറ്റുന്നു. ഇതുപോലൊരു ആദരവ് പ്രകടമാക്കുന്ന ആളുകളെ, സ്വഹാബാക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദരവ് പ്രകടമാക്കുന്ന ആളുകളെ ഞാൻ ഇന്ന് ജീവിതത്തിൽ അതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ബാക്കിയുള്ള വാക്കുകൾ കൂടി നമ്മൾക്ക് കിട്ടി. വല്ലാഹി യതനഖമു നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫ റജുലിൻ മിൻഹും ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു. അല്ലാഹുവാണ് സത്യം, അദ്ദേഹം തുപ്പിയാൽ അവരിൽ ആരുടെയെങ്കിലും കയ്യിലല്ലാതെ അത് വീഴില്ല, അവർ അത് മുഖത്തും ശരീരത്തിലൊക്കെ പരട്ടാറുണ്ടായിരുന്നു. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗാഢമായി സ്നേഹിക്കപ്പെട്ടിരുന്ന വ്യക്തികളാണെന്ന് അർത്ഥം. വഇദാ അമറഹു തദഉ അംറഹു, അദ്ദേഹം വല്ലതും കൽപ്പിച്ചാൽ അത് നടപ്പാക്കാൻ അവരെന്ത് ചെയ്യും, ധൃതിപ്പെടും, വേഗത കൂട്ടുവര്. ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് വേഗത കൊണ്ട് കൂട്ടും. അള്ളാന്റെ റസൂൽ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാനത് നിർവഹിക്കപ്പെടണം. ആ വേഗതയിൽ എന്ത് ചെയ്യും, അവരത് പ്രകടമാക്കുന്നതാണ്. അദ്ദേഹം വുളൂ ചെയ്താൽ ആ വെള്ളത്തിനായി അവരെന്ത് ചെയ്യും, മത്സരിച്ചു കൊണ്ടിരിക്കും. അദ്ദേഹം സംസാരിച്ചാൽ അവരവരുടെ സ്വന്തം സ്വരം എന്ത് ചെയ്യും, താഴ്ത്തിക്കളയുന്ന. അള്ളാന്റെ റസൂൽ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ വേഗ ഒതുങ്ങി മാറി നിൽക്കും. അദ്ദേഹം നിങ്ങൾക്കൊരു സൽപാതാവ് വരച്ച് കാണിച്ചിട്ടുണ്ട്, നിങ്ങളത് സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയും ആദരവും ബഹുമാനവും ആര് കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ജീവിതകാലത്ത് ഇത്രയേറെ സ്നേഹിച്ച സ്വഹാബികൾ മരണശേഷവും റസൂലിനെ അങ്ങേയറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തലായിരുന്നു ആ സ്നേഹപ്രകടനത്തെ നടന്നത്. അള്ളാന്റെ റസൂൽ എന്തൊന്ന് കൽപ്പിച്ചോ അതെല്ലാം തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി കാണിക്കുക. എന്തൊന്നെല്ലാം കൽപ്പിക്കപ്പെട്ടോ പ്രവർത്തിച്ചോ മൗനാനുവാദം നൽകിയോ അതെല്ലാം എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ഇതാണ് അവരുടെ ജീവിത സ്നേഹം എന്ന് പറയുന്നത്, റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്നുള്ളത്. റസൂലിൻ്റെ വളരെ ചെറിയ സുന്നത്ത് പോലും അവരൊഴിവാക്കിയിട്ടില്ല എന്നുള്ളത് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേറെ പറയുന്നു, വുളു എടുക്കുന്ന സമയത്ത് കാല് കഴുകൽ നിർബന്ധമുള്ള കാര്യമാണ്. കാല് കഴുകൽ നിർബന്ധമുള്ള കാര്യമാണ്. അനിൽ മുസ്തവരിദ് ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തിൽ നിന്ന് നിവേദിക്കപ്പെടുകയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തവല്ലഅ യദ്ലുക അസ്വാബിഅ റിജ്ലൈഹി ബിഖിൻസിരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുമ്പോൾ കാൽ വിരലുകൾ ചെറുവിരൽ കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു, ഉരച്ചു കഴുകുമായിരുന്നു. വുളുഇന് നിർബന്ധമായും കഴുകേണ്ട കാലിൻ്റെ അവയവം എന്നുള്ളത് ആർക്കും തർക്കമില്ല. അതിൻ്റെ വിരലുകളുടെ ഇടയിലൂടെ കൈകൾ കടത്തി കഴുകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഏത് വിരല് കൊണ്ടാണ്, ബിഖിൻസിരിഹി, അത് ഏത് വിരല് കൊണ്ടാണെന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് അതേ രൂപത്തിൽ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ച ആളുകളാണ്. അത് ചെറുവിരൽ കൊണ്ട് തന്നെ കാല് വിരലുകൾക്കിടയിൽ ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം സൂക്ഷ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലത്. ഇതായിരുന്നു അവരുടെയൊക്കെ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതൊക്കെയാണ്. സ്വന്തം ജീവനേക്കാൾ ഏറെ റസൂലിനെ സ്നേഹിച്ച ഇവരാരും ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുകയോ അതിൻ്റെ ഭാഗമായി മൗലീദ് ഓതുകയോ ചെയ്തിട്ടില്ല എന്നത് ഉറപ്പായുള്ള കാര്യമാണ്. നബിദിനം ആഘോഷിക്കുക എന്നുള്ളത് സുന്നത്താണ് എങ്കിൽ ഏറ്റവും ആദ്യം അത് ചെയ്യുകളെ ആരായിരിക്കും? അവർ ചെയ്തിരുന്നില്ലെങ്കിൽ നമുക്കും ചെയ്യാമായിരുന്നു.
സ്വഹാബാക്കളല്ലേ ചെയ്യുക. ആദ്യം ചെയ്യൽ ആരായിരിക്കും? സ്വഹാബാക്കളായിരിക്കും ചെയ്യല്. അത് സുന്നത്തായിട്ട് നമുക്ക് പഠിപ്പിച്ചു നിൽക്കണമെങ്കിൽ. ആ സ്വഹാബാക്കൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അത് നമുക്ക് പിൻപറ്റാം. അത് റസൂലുള്ളാഹിന്റെ കൽപ്പനയുണ്ട്, അവർ ചെയ്താൽ നിങ്ങൾക്കും ചെയ്യാമെന്നുള്ളത്. അവരുടെ പാത മുറുകെ പിടിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിക്കപ്പെട്ടത്. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, തൻ്റെ കൗമിന് പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളിൽ എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചര്യയും എൻ്റെ സചരിതരായ പിൻഗാമികളുടെയും ചര്യയുമുണ്ട് എന്നാണ് റസൂലുള്ളാഹി കാണിച്ചത്. എൻ്റെ ചര്യയുണ്ട്, അത് കൂടാണ്ട് എൻ്റെ സചരിതരായിട്ടുള്ള പിൻഗാമികളുടെ ചര്യയും എന്തുണ്ട്? അവിടെയുണ്ട്. തമസ്സകൂ ബിഹാ വഗല്ലു അലൈഹാ ബിന്നവാജിദ്. നിങ്ങൾ അത് മുറുകെ പിടിക്കണം, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അത് കടിച്ചു പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. നമ്മുടെ അണപ്പല്ല് കൊണ്ട് അത് കടിച്ച് തന്നെ നിങ്ങൾ പിടിക്കണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ആ ജനതയെക്കുറിച്ച് വിശേഷിപ്പിച്ച് പറഞ്ഞു നമ്മളോട്, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എൻ്റെ തലമുറയാണ്, പിന്നെ അവരോട് അടുത്തവരാണ്, പിന്നെ അവരോട് അടുത്തവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരിച്ചര്യയാണ് ജന്മദിനമെങ്കിൽ അത് കൈയൊഴിയുമായിരുന്നോ എന്നതാണ് എൻ്റെ ചോദ്യം. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ 3 തലമുറയിൽപ്പെട്ടവരോ അവർക്ക് ശേഷം ജീവിച്ച അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. സഹോദരിമാരെ, സഹോദരങ്ങളെ, നബിയുടെ കൂടെ കിടന്നുറങ്ങിയത് അവരുടെ ഭാര്യമാരാണ്. അവരുടെ ജീവിതത്തിൽ അവരത് ആഘോഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൂടെ ജീവിച്ചും നബിക്ക് വേണ്ടി സ്വശരീരം പണയം വെച്ചതുമായ സഹാബികളുണ്ട്, അവരത് ആഘോഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്വഹാബികളെ പിന്തുടർന്ന താബികളുണ്ട്, അവരത് ആഘോഷിച്ചിട്ടില്ല. അവർക്ക് ശേഷം ജീവിച്ച സചരിതരായ നമ്മുടെ സലഫുകളായിട്ടുള്ള ആളുകളുണ്ട്, അവരത് ആഘോഷിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരൊക്കെ മരിച്ച വർഷം നമ്മൾ നോക്കിയാൽ മതി. മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ ഹിജ്റ 16-നാണ് എന്ത് ചെയ്യുന്നത്? മരണപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഹിജ്റ 20-നാണ് എന്ത് ചെയ്യുന്നത്? മരണപ്പെട്ടു പോകുന്നത്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവർ മരണപ്പെട്ടു പോകുന്നത് ഹിജ്റ 44-നാണ്. അതേപോലെ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹു അവർ മരണപ്പെട്ടു പോകുന്നത് 45-ാമത്തെ വയസ്സിലാണ്. ഹിജ്റ 45-ാമത്തെ വയസ്സിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് മരിച്ചത്? ഹിജ്റ 11-ാമത്തെ വർഷത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിടവാങ്ങിയത്. ഇതിന് ശേഷം ജീവിച്ചിരുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. സഫിയ റളിയല്ലാഹു അൻഹ, ജുവൈരിയ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ, സൗദാ ബിൻത് സമഅ, ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഹിജ്റ 58-നാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മരിച്ചു പോകുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മരിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ടവരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഖലീഫമാര്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ 13-നാണ് മരണപ്പെട്ടു പോണത്. ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ 23-നാണ് മരണപ്പെട്ടു പോണത്. ഉസ്മാൻ റളിയല്ലാഹു ഹിജ്റ 35-നാണ് മരണപ്പെട്ടു പോണത്. അലി റളിയല്ലാഹു ഹിജ്റ 40-നാണ് മരണപ്പെട്ടു പോകുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ 73-നാണ് മരണപ്പെട്ടു പോകുന്നത്. എന്തിനേറെ പറയുന്നു, ഇമാം അബൂ ഹനീഫ ഹിജ്റ 150-നാണ് മരണപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെ ഇമാം ഷാഫി 204-ാമത്തെ വർഷത്തിലാണ് ഹിജ്റയിൽ മരണപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് 241-ലാണ് മരണപ്പെട്ടു പോകുന്നത്. ഇവരുടെ ജീവിതത്തിലുണ്ടോ ഈ ജന്മദിനം ആഘോഷിക്കൽ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇവരാരും ജീവിതത്തിൽ ഒരിക്കൽ പോലും നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവർക്കാർക്കും നബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഈ കണ്ട ആരും എന്ത് ചെയ്തിട്ടില്ല, അത് ആഘോഷിച്ചിട്ടില്ല. അപ്പോഴൊന്നും ഇത് വന്നിട്ടുമില്ല. അപ്പം ഇവരാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരായിരുന്നോ?
അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിച്ച വ്യക്തികളും അവരുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കർമ്മങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ആ കർമ്മങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചവരുമായിരുന്നില്ലേ എന്നുള്ളതാണ്. എങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇവരാരും നബിദിനം ആഘോഷിക്കാതിരുന്നത്? അതും വേണ്ട നമ്മൾ ചിന്തിക്കുക. റസൂലുള്ളാഹിയോട് അങ്ങേയറ്റ സ്നേഹമുണ്ടായിട്ടും തിരുചര്യകളൊക്കെ പിൻപറ്റിയിട്ടുണ്ട്, പക്ഷെ ഇവരാരും എന്ത് ചെയ്തില്ല? നബിദിനം ആഘോഷിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും? അതാണ് നമ്മൾ ചിന്തിപ്പിക്കേണ്ടത്. എന്തുകൊണ്ടായിരിക്കും അവരാരും അത് ആഘോഷിക്കാതിരുന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാ വഹിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. എന്തൊന്നിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. അത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്. അള്ളാഹിൻ്റെ റസൂൽ എന്താണോ കാണിച്ചു തന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. അള്ളാഹിൻ്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് വിലക്കിയത് അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. അതവർ ശിരസാ വഹിച്ചു. അതുകൊണ്ട് അവരവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം ആഘോഷിച്ചില്ല. അവരത് ചെയ്തിട്ടില്ല, റസൂൽ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യേണ്ടതില്ല എന്നുള്ളത് അവർ തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യം ദീനിൽ കൊണ്ടുവന്നാൽ അത് ബിദ്അത്താണ് എന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം അതാ. ഒരു കാര്യം റസൂലുള്ള പഠിപ്പിക്കാത്തൊരു കാര്യം ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ദീനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബിദ്അത്താണ് എന്നുള്ളത് അവർക്ക് ബോധമുണ്ടായിരുന്നു. അതവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. എന്താ റസൂലുള്ള പഠിപ്പിച്ചത്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദ്. നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് നിങ്ങൾ തള്ളപ്പെടേണ്ടതാണ്. അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പന സ്വീകരിച്ചതാണ്. അതുകൊണ്ടാണ് അവരെ ആഘോഷിക്കാതിരുന്നത്. ഒരു കാര്യം പുതുതായിട്ട് ദീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തള്ളിക്കളേണ്ടിട്ടാ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യരുത്? പകർത്തരുതിട്ടാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് കൊണ്ട്. അതുപോലെ തന്നെ ബിദ്അത്ത് ഉണ്ടാക്കിയവന്റെ തൗബ സ്വീകരിക്കില്ല എന്ന മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിദ്അത്ത് ഉണ്ടല്ലോ, ദീനിക്ക് പുതുതായിട്ട് കൂട്ടിച്ചേർത്ത ആളുകളുണ്ടല്ലോ, അവരുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല എന്നുള്ള മുന്നറിയിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹജബത് തൗബത അൻ കുല്ലി സ്വാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. എല്ലാ ബിദ്അത്തിന്റെ ആളുകളുടെയും പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെച്ചിരിക്കുന്നു. ബിദ്അത്ത് ചെയ്യുന്നവരുടെ ഒക്കെ പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്, തടഞ്ഞ് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ബിദ്അത്ത് ചെയ്ത ആളുകളുടെ പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം തേടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു ചെയ്തിട്ടുണ്ട്, മാറ്റി വരച്ചിട്ടുണ്ട്. അവൻ തൻ്റെ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരേന, ആ ബിദ്അത്തിൽ നിന്ന് അവൻ ഒഴിവാവുന്നത് വരെ അതവിടെ തടഞ്ഞു നിർത്തിയിരിക്കും. മൂന്നാമത്തെ കാര്യം എന്താണെന്നോ? ബിദ്അത്ത് വഴികേടും നരകത്തിലേക്കുമുള്ളതാണെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായത് കൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവരോട്. എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്? ബിദ്അത്ത് വഴികേടാണ്, അത് നരകത്തിലേക്കുള്ളതാണ് എന്നുള്ളത് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്നും ഞാൻ എന്ത് ചെയ്യാറുണ്ട്? എല്ലാ ഖുത്ബയുടെയും അവസാനമായിക്കൊണ്ട് നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കാറുണ്ട്. ഖുത്ബയുടെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ആയത്തുകളൊന്ന് ഓതുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട്. എന്താണ്? വശർനൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. റസൂലുള്ളാഹി പറഞ്ഞ കാര്യമാണ്. അത് അങ്ങോട്ട് പറഞ്ഞു തരിക നിങ്ങൾക്ക്. എന്താ പറഞ്ഞത്? കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം പുത്തനാചാരമാകുന്നു, അഥവാ ബിദ്അത്താകുന്നു. എല്ലാ ബിദ്അത്തും വഴികേടും, എല്ലാ വഴികേടും നരകത്തിലേക്കുള്ളതാണ്. ഇതാണ് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. എല്ലാ ആഴ്ച തോറും നിങ്ങൾക്ക് ഓർമ്മാക്കി തരുന്നുണ്ട് ബിദ്അത്തിനെ കുറിച്ചിട്ട്. എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഖുത്ബയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബിദ്അത്തിലേക്ക് നമുക്ക് പോകാൻ പാടില്ല. അപ്പം ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ പങ്കാളികളാകണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ സ്വന്തം ചിന്തിക്കുക.
ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ നമ്മളൊരു പങ്കാളിയായി മാറണം. റസൂലോ സ്വഹാബത്തോ മറ്റു സലഫുകളോ ചെയ്തിട്ടില്ലാത്ത, അവർക്ക് പരിചയമില്ലാത്ത ഒരു ആചാരം ദീനിലുള്ളതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം ചില്ലറയൊന്നുമല്ല. അതിൻ്റെ ഗൗരവം ചില്ലറയൊന്നുമല്ല. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറയുന്നത് കാണാം, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാലത. നല്ലതാണെന്ന് കണ്ട ആരെങ്കിലും ഇസ്ലാമിലൊരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ് അവൻ വാദിക്കുന്നത്. അള്ളാഹ് കൊടുത്ത റിസാലത്ത് കൊടുത്തതാണ് റസൂലുള്ളാഹിക്ക് റിസാലത്ത്, റസൂലായുള്ള കഴിവ്. ആ റസൂലിലൂടെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്തു? വഞ്ചന കാണിച്ചു, മറച്ചു വെച്ചു എന്നർത്ഥം. ആഘോഷിക്കാൻ പറഞ്ഞിട്ട് മറച്ചു വെച്ചതാണെന്ന് വാദിക്കലായിരിക്കും. മറച്ചു വെച്ച രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലുമില്ല. അള്ളാഹിൻ്റെ റസൂല് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കാര്യവും വിടാതെ എന്ത് ചെയ്തിട്ടില്ല? റസൂലുള്ളാഹി പറഞ്ഞു തരാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയിട്ടില്ല. എല്ലാ കാര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വഞ്ചന കാണിച്ചു, അഥവാ ഇത് സുന്നത്താണ് എന്നിട്ട് അത് റസൂലുള്ളാഹി പറഞ്ഞു തരാത്തതാണ് എന്ന് വാദിക്കുന്ന അവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ പോകുന്നത് എന്നർത്ഥം. നല്ലൊരു സുന്നത്തായ കർമ്മമായിട്ട് ആഘോഷിക്കണില്ലേ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വരിക. ഇന്ന് ചില ആൾക്കാരൊക്കെ പറയുന്നത് പോലെ വളരെ പുണ്യമുള്ള കാര്യമാണ് നബിദിനം കൊണ്ടാടലെങ്കിൽ ഇത്രയും വലിയ കാര്യം പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബികളെ പഠിപ്പിച്ചിട്ടില്ല എന്നല്ലേ പറയാ. ഇത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട പ്രത്യേക ആഘോഷമോ ആചാരമോ ആണെങ്കിൽ 2 പെരുന്നാളുകളും വെള്ളിയാഴ്ച നമുക്ക് വരുന്നുണ്ട്. ആലോചിച്ച് നോക്കുകയാണ്, 2 പെരുന്നാളും വെള്ളിയാഴ്ച നമുക്ക് വരുന്നുണ്ട്. 2 പെരുന്നാളിലും എന്തെല്ലാം സുന്നത്തുകളാണ് നിർവഹിച്ച് വരേണ്ടതെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? എന്തെല്ലാം സുന്നത്ത്? ഒരു വെള്ളിയാഴ്ച ദിവസം ആലോചിച്ച് നോക്കിയെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ എന്തെല്ലാം സുന്നത്തുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നബിദിനത്തിൽ എന്തെല്ലാം സുന്നത്തുകളുണ്ട് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ച്? എന്ത് സുന്നത്തുണ്ട് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ച്? അങ്ങനെ ഒരു കാര്യം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് സുന്നത്തായ കർമ്മമായി കൊണ്ടുവരുവാൻ സാധിക്കുക? മുൻഗാമികളായിട്ടുള്ള ആളുകൾ ആരും ചെയ്തില്ലെങ്കിലും റസൂലിന്റെ നിയോഗത്തിൽ സന്തോഷിക്കലും തിരുമേനിയുടെ മദ്ഹ് പാടലും നബിദിനത്തിന്റെ ഭാഗമായുള്ള ഭക്ഷണ വിതരണവും മറ്റൊക്കെ നല്ലതല്ലേ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുന്ന, പിന്നെ എന്തിന് എതിർക്കണമെന്ന് നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അറിവില്ലാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്, അറിയാം. അറിവില്ലാത്ത നിഷ്കളങ്കമായിട്ടാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ഇതൊക്കെ ഇങ്ങനെ അതും തലേക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ചെയ്തു കൂട്ടുമ്പോൾ അള്ളാഹ് ഇതൊക്കെ ദീനിലുള്ള തന്നെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഖുർആനെ കുറിച്ചിട്ടോ ഹദീസിനെ കുറിച്ചോ പൂർണ്ണമായ അറിവുണ്ടായിട്ടൊന്നല്ല. പക്ഷെ അവർ വിചാരം എന്താ? ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ചിന്തയിലേക്ക് വരുന്നത് എന്താ? ഇതൊക്കെ ഉണ്ടാവൂലേ, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്? ആളുകൾ മാറിപ്പോവാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥയാണിത്. എന്നാൽ ബിദ്അത്തുകളിൽ യാതൊരു നന്മയുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബിദ്അത്തുകൾ ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, ഒരു നന്മയുമില്ല എന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നത് കാണാം. കുല്ലു ബിദ്അത്തിൻ ളലാല വ ഇൻ റആഹൻ നാസു ഹസന. എല്ലാ ബിദ്അത്തും വഴിപിഴവാണ്. എല്ലാ ബിദ്അത്തും എന്താ? വഴിപിഴവുള്ളതാണ്. എന്നില്ല, വഴിപിഴവായിട്ടുള്ളതാണ്. ജനങ്ങൾക്ക് എത്ര നന്നായി തോന്നിയാലും, അത് എത്ര തന്നെ നന്നായി തോന്നിയാലും ശരി, അതൊക്കെ വഴിപിഴവുള്ളതാണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്ന വാക്കുകളാണ് ആ സാധാരണക്കാരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്. വസ്തുത അറിയാതെ നബിസ്നേഹം കാരണം നബിദിന പരിപാടികൾക്കായിട്ട് ഉറക്കമൊഴിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. വലിയ സമ്പത്ത് ചെലവാക്കുന്നവരുണ്ട്. ചാക്ക് കണക്കിന് അരികള്, ഓരോ മൂരിക്കുട്ടിയും പിന്നെ പോത്തുമെല്ലാം സ്പോൺസർ ചെയ്യുന്ന ആളുകൾ മൈക്കിലൂടെ അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇത്ര സാധനം ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്പോൺസർ ചെയ്യിപ്പിക്കുകയാണ്. അതുകൂടാണ്ട് തോരണങ്ങൾ കെട്ടാൻ വേണ്ടിയിട്ട് ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക ആൾക്കാർ. ഉറക്കൊഴിച്ചിട്ട് രാത്രി കാലം 12 മണിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക? ഈ ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെ കാണുന്ന ഈ തെരുവുകളിലൊക്കെ ഈ മാല ബൾബുകളും അതുപോലെ തന്നെ തോരണങ്ങൾ തൂക്കിയിട്ടുള്ളതൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുക. എന്തായിരിക്കും അവരുടെ മനസ്സിലൊക്കെ ഉദ്ദേശം എന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ.
അവരൊന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ വിചാരം എന്താ, ഇത് വലിയൊരു ഇബാദത്താണ്, അതുകൊണ്ട് എനിക്കത് നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ള വിചാരത്തിലല്ല ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക. ജഹാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമുദായം എന്നുണ്ടായിരിക്കും നമ്മളിൽ ഉണ്ടായിരിക്കും, നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ആ ജഹാലത്തിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇത്തരം ആളുകൾക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വാക്കുകൾ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അൽ ഇഖ്തിസാദു ഫി സുന്നത്തി ഖൈറു മിൻ ഇജ്തിഹാദി ഫിൽ ബിദ്അ. ബിദ്അത്ത് ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമം സുന്നത്ത് ലക്ഷ്യം വെക്കലാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുചര്യകൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ പകർത്ത വേണ്ടിയത്. അല്ലാണ്ട് റസൂലുള്ള ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, ഓടിക്കൂടില്ല ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ചെയ്യുകയോ സ്വഹാബാക്കൾ ചെയ്യുകയോ താബിയങ്ങളോ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ അതിനെ പിൻപറ്റാൻ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അവരെ പിൻപറ്റുകയാണ് നമ്മൾ വേണ്ടത്. അവരുടെ കാര്യങ്ങൾ പിൻപറ്റി അത് ജീവിതത്തിലേക്ക്, അവരാരും നബിദിനം ആഘോഷിച്ചില്ല, അതുകൊണ്ട് തന്നെ എനിക്കും അപ്രകാരമില്ല എന്നുള്ള തീരുമാനമെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ തിരിച്ചര്യകൾ പിൻപറ്റി ജീവിക്കുവാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും അനുഗ്രഹം ചൊരിയട്ടെ. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബിദിന ആഘോഷവേളയിലും അതിനെ തുടർന്നുള്ള മൗലീദും മറ്റുമുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം റസൂലിനെ കുറിച്ചുള്ള അമിതമായിട്ടുള്ള മദ്ഹ് പറച്ചിലാണ്. ഏറെ അപകടങ്ങൾ നിൽക്കുന്നു എന്നതിനാൽ തന്നെ അമിതമായി വാഴ്ത്തുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ വിരോധിക്കണം. റസൂലുള്ളാഹിന്റെ മദ്ഹൊക്കെ പറയാം, പക്ഷെ അമിതമാവരുത്. അമിതമായിട്ട് വാഴ്ത്തപ്പെടുക എന്നുള്ളത് റസൂലുള്ളാഹി വിരോധിക്കപ്പെട്ട കാര്യമാണ്. ലാ തുറൂനി കമാ അത്റത്തി നസ്വാറ ഇബ്നു മറിയം ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു. ക്രിസ്ത്യാനികൾ മറിയമിന്റെ പുത്രനെ അമിതമായി വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായിട്ട് വാഴ്ത്തരുത്. ഇത് റസൂലുള്ളാഹി കൽപ്പിച്ചതാണ്. നിങ്ങൾ അമിതമായിട്ട് എന്ത് ചെയ്യരുത്, വാഴ്ത്തരുത്. നിശ്ചയം ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ്, ഞാൻ അള്ളാഹിൻ്റെ അടിമ മാത്രമാണ്. അതിനാൽ നിങ്ങൾ എന്നെ അള്ളാഹുവിൻ്റെ അടിമയും ദൂതനും എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ വിളിക്കണം എന്നുള്ളത്. അപ്പോൾ പരിധി വിട്ടുള്ള പുകഴ്ത്തുകൾ നാശത്തിന് വരെ കാരണമായി തീരുമെന്ന് സഹോദരങ്ങളെ. യാ അയ്യുഹന്നാസ് ഇയ്യാകുമുൽ ഗുലൂ ഫിദ്ദീൻ ഫഇന്നഹു അഹ്ലക കാന ഖബ്ലഹുൽ ഗുലൂ ഫിദ്ദീൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ദീനിൽ അതിരുകൾ കവിയുന്നതിനെ സൂക്ഷിക്കണം. നിശ്ചയമായും നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിപ്പിക്കപ്പെട്ടത് മതത്തിൽ അതിരുവിട്ട കാരണമായിരുന്നു. മതത്തിൽ അതിരുവിട്ട കാരണമാണ് നശിപ്പിക്കപ്പെട്ടത്. ഇത്തരം അതിരുവിട്ട പ്രവർത്തനങ്ങൾ നാശത്തിന് വഴിയൊരുക്കുമെന്നർത്ഥം. ഇത്തരം അതിരുവിട്ട പ്രവർത്തനങ്ങൾ നാശത്തിന് വഴിയൊരുക്കുമെന്നർത്ഥം. ആ നാശത്തിൽ സത്യവിശ്വാസികൾ ഉൾപ്പെടും. പ്രതിരോധിക്കാൻ ഒരു ജനതയുണ്ടാവണം, എപ്പോഴും പ്രതിരോധിക്കാൻ ഒരു ജനതയുണ്ടാവണം. അതുകൊണ്ടാണ് ഈ മിമ്പറിൽ സത്യം വിളിച്ച് പറഞ്ഞു തരുന്നത്, സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഉത്ബോധിപ്പിക്കപ്പെടുന്നത്. റസൂലുള്ളാഹിനെ സ്നേഹമില്ലാത്ത ആളുകളാണോ ഞാനും നിങ്ങളും? അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹമില്ലാത്ത ആളുകളാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ജീവനേക്കാൾ ഏറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാവരും. അതിന് പ്രത്യേക പാട്ടുപാടി കൊട്ടേണ്ട ആവശ്യമില്ല, അതിന് തോരണങ്ങൾ തൂക്കേണ്ട ആവശ്യമില്ല, അതിന് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ പിൻപറ്റുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ബുർദയിലെ ചില വരികളൊക്കെ നോക്കിയാൽ തന്നെ ഒറ്റ വരി ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂസു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമം. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ആദരണീയരാവരെ, എല്ലാവരെയും വിപത്തുകൾ ആവരണം ചെയ്യുമ്പോൾ എനിക്കവലംബമായി അങ്ങല്ലാതെ മറ്റാരുണ്ട്?
ആരാണ് അവിടെ അവലംബാവേണ്ടത്? അള്ളാഹു ആണ് അവലംബാവേണ്ടത്. ആ ഭാഗത്ത് കാരെ കൊടുത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഒരിക്കലും ജീവിതത്തിൽ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ആ ഒരൊറ്റ വരിയിലുള്ളത്. അപ്പം എത്ര വരികൾ അതിലുണ്ട് എന്നുള്ളത് നമുക്കൊരു ഖുത്ബയിലൂടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്രയും വരികൾ എന്തുണ്ട് അതിനുള്ളിലുണ്ട്, അപകടകരമായിട്ടുള്ളവർ. എന്നിട്ട് മൗലീദ് എന്നുള്ള പേര് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇരുന്നങ്ങനെ ചൊല്ലുന്നത്. പാവം ജനങ്ങൾ, ഒന്നും അറിയാത്ത ആളുകൾ അവരങ്ങനെ അത് ഏറ്റങ്ങനെ ചൊല്ലുന്നെ. ഇതൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചൊല്ലുന്നെ. അല്ലാതെ സലഫുകൾ ഇതിനോട് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെങ്ങനെ റസൂലുള്ളാഹിനോട് ഇഷ്ടമില്ലാത്തവരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല. റസൂലുള്ളാഹിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് പറഞ്ഞോ അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും എല്ലാം അതുകൊണ്ടാണ്. അവരുടെ ജീവിതത്തിൽ പകർത്തുന്നതും അതുകൊണ്ടാണ് എന്ന് തിരിച്ചറിയണം. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കാൻ. ബിദ്അത്തൊക്കെ തന്നെയാണ്. ആദ്യകാലത്ത് മൗലൂദിൽ എന്തായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്? ചോറ് കൊടുക്കലല്ലേ അവസ്ഥ ഉണ്ടായിരുന്നത്? ചോറ് കൊടുക്കലല്ലേ ഉണ്ടായിരുന്നത്? ഇന്നത്തെ കാലത്ത് ഇപ്പം എന്താ? ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മറ്റു സമുദായത്തെ പിൻപറ്റുന്ന ഒരു കൗമന്റെ ജനതയിലേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് ഈ കാണുന്ന കവലകളിലുള്ള മസ്ജിദുകളിലെല്ലാം പാലബൾബുകൾ കൊണ്ട് ക്രിസ്ത്യാനികൾ കനീസകൾ എങ്ങനെയാണോ അലങ്കരിക്കപ്പെട്ടത് അതുപോലെ അലങ്കരിച്ചുകൊണ്ട് മറ്റു ആ മതസ്ഥരെ ചാണിന് ചാണായും പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അവരൊരു കേക്ക് മുറിക്കുമ്പോൾ ഇവിടെ ഒരു കേക്ക് മുറിക്കുകയാണ്, റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഒരു കേക്ക് മുറിക്കുന്നത്. അത് മാത്രമാണോ? അവർ ഉണ്ണി യേശുവിനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഉണ്ണി മുഹമ്മദിനെ എന്ത് ചെയ്യാണ്? കൊണ്ടുവന്നുണ്ടാക്കുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രത്തോളം അധംപതിച്ചു പോയിട്ടുണ്ട് ജനത എന്നുള്ളത്. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പെട്ടവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. എത്രത്തോളം ഗൗരവം. അതോ ഇതെന്തെങ്കിലും ദീനിൽ വല്ല തെളിവുണ്ടോ? അതും പോലും ഇല്ല, അതുമില്ല. അതൊന്നുമില്ലാത്ത ആണ് എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. അത്തരം ബിദ്അത്തുകളിൽ നിന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وأقم الصلاة.